പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മളിൽ തന്നെ ആശ്രയിച്ചാൽ നമ്മൾ പതറിപ്പോകും. നമ്മുടെ തന്നെ സാധ്യതകളിലും കഴിവുകളിലും നേട്ടങ്ങളിലും ഒക്കെ നമ്മൾ വിശ്വസിച്ചിരുന്നാൽ നമുക്കത് വിജയം തരില്ല. വിജയിപ്പിക്കാൻ, മുന്നോട്ട് പോകാൻ ശക്തി തരുന്ന ദൈവമാണ്. ആ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നമുക്കൊരു വചനം കൂടെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. വിലാപത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 56-57. ഞാൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് എന്റെ അടുത്ത് വന്നു. ഭയപ്പെടേണ്ട എന്ന് അവിടുന്ന് എന്നോട് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തിക്കുക. കർത്താവ് നമുക്ക് ധൈര്യത്തിന്റെ ഒരു അഭിഷേകം തരാൻ പോകും. ധൈര്യം, ആത്മധൈര്യം. ഭയപ്പെടേണ്ട, നീ എന്നെ വിളിക്കുന്നുണ്ടോ, ഞാൻ നിന്റെ അടുത്തെത്തിയിരിക്കും. അതാണ് ആ വചനത്തിന്റെ സന്ദേശം. നീ എന്നെ എപ്പോഴൊക്കെ വിളിക്കുന്നുണ്ടോ, ആ നിമിഷമെല്ലാം ഞാൻ നിന്റെ അടുത്തെത്തിയിരിക്കും. ഈശോയെ വിളിച്ചവരെല്ലാം ഈശോയെ ഒന്ന് കണ്ടേ. എവിടെയാ? സക്രാരിക്കകത്തല്ല കാണേണ്ടത്. എവിടെയാ കാണേണ്ടത്? നീ വിളിച്ചപ്പോൾ ഞാൻ എവിടെ വന്നെന്നാ പറഞ്ഞത്? എൻ്റെ ഹൃദയത്തിനുള്ളിൽ. എവിടെ വന്നെന്നാ പറഞ്ഞത്? അയ്യോ, മറന്നുപോയോ? നീ വിളിച്ചപ്പോൾ ഞാൻ എവിടെ വന്നെന്നാ പറഞ്ഞത്? നിന്റെ അടുത്ത് വന്നെന്നാ പറഞ്ഞത്. മഗ്ദലന മറിയത്തിൻ്റെ അടുത്ത് ഈശോ വന്നപ്പോൾ അവൾ എന്താ ചെയ്തത്? അവൾ കരഞ്ഞുകൊണ്ട് നടന്നില്ലേ? എൻ്റെ കർത്താവ് എവിടെയാ? എൻ്റെ കർത്താവിനെ ആര് കൊണ്ടുപോയി? എവിടെയുണ്ടെന്നൊന്ന് പറ, ഞാൻ അവനെ എടുത്തുകൊണ്ട് പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് അവളെ സങ്കടപ്പെട്ട് കരഞ്ഞ് നിലവിളിച്ച് നടന്നപ്പോൾ ഈശോ അവളുടെ അടുത്ത് വന്നു, അല്ലേ? ഈശോ അവളുടെ അടുത്ത് വന്നപ്പോൾ അവൾ എന്താ ചെയ്തത്? ഈശോയുടെ അടുത്ത് മുട്ടുകുത്തി അവൾ ഈശോയെ ആരാധിച്ചു. ഈശോയാണെന്ന് തിരിച്ചറിഞ്ഞ ഉടനെ അവൾ മുട്ടുകുത്തി ഈശോയെ ആരാധിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഈശോയെ വിളിച്ചു, നിങ്ങളുടെ അടുത്ത് ഈശോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ. പറ്റുമോ? ഒന്ന് എഴുന്നേറ്റ് നിന്നേ.